ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു 1/4 കപ്പിനടുത്ത് ചെറുപയറും നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പോൾ പയറും അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റിയാണ്, കുറഞ്ഞ സമയം മതി. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പിനടുത്ത് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 4 വിസിലൊക്കെ അടിച്ച് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. അതായത് ചെറുപയർ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ട് തന്നെയാണ് നമുക്കൊരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. ചെറുപയർ വേവിക്കുന്ന സമയത്ത് അതിനകത്ത് ഒന്നും തന്നെ വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് ചെറുപയറിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 2 പഴം, ഈ ഒരു സൈസിലുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഴം എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ളതും അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യം ഇങ്ങനെ കറുപ്പടിച്ച പഴം ഉണ്ടാവില്ല, നന്നായിട്ട് പഴുത്തിട്ടുള്ളത്, അത് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതിൽ നിന്ന് പഴം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി ഒട്ടും വെള്ളം ഒഴിക്കരുത്. നല്ലതുപോലെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം അത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ പഴവും അതുപോലെ തന്നെ ചെറുപയർ വേവിച്ചതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു വലിയ പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ശർക്കരപ്പാനി തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുപയർ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് ജസ്റ്റ് ഒരു 2 മിനിറ്റ്. നമ്മൾ ഈ ചെറുപയർ ശർക്കരപ്പാനിയിൽ ചേർക്കുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, ചെറുപയറിലോട്ടേക്ക് നല്ലൊരു മധുരം പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ശർക്കരപ്പാനിയിലോട്ടേക്ക് ചെറുപയർ ചേർക്കുമ്പോൾ അതിനൊരു ചെറിയൊരു കൊഴുപ്പ് പോലെ വരും. അപ്പം നമ്മളിത് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും. ഒത്തിരി സമയം നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊരു 2 മിനിറ്റ് മാത്രം ചെയ്തതിന് ശേഷമുള്ളതാണ്. ഇത്രയേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി കൂടുതൽ സമയം ഇത് കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഇതൊരു 2 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഇത് വെച്ച് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ നേന്ത്രപ്പഴം എപ്പോഴും ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അല്ലേ, അതായത് നമ്മൾ പഴം നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു കുത്തുന്ന ആ ഒരു രുചി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം തന്നെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നെയ്യായിട്ട്. നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് സമയം നെയ്യിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാകും. ആ പഴം നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുന്ന രുചി മാറിയിട്ട് നെയ്യിൻ്റെ ഒരു ഫ്ലേവറിലോട്ടേക്ക് അത് മാറിയിട്ടുണ്ടാകും. ആ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഏകദേശം ഇതുപോലെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയിൽ ചെറുപയറിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഞാനിപ്പോൾ ചെയ്യുന്നത് ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചെറുപയർ നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കണ്ട. ഈ ശർക്കരപ്പാനി തന്നെ ചെറുപയർ വേവിച്ചത് കൊണ്ട് കുറച്ചൊരു കൊഴുപ്പ് പോലാണുള്ളത്. സാധാരണ നമ്മൾ നേന്ത്രപ്പഴത്തിനകത്തോട്ടേക്ക് ശർക്കരപ്പാനി ചേർത്ത് പഴമൊക്കെ വരട്ടിയെടുക്കുന്ന സമയത്ത് ഒത്തിരി സമയം ചെയ്തെടുക്കേണ്ടി വരും, അതൊന്ന് വരണ്ട് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ചെറുപയർ ചേർത്ത് തിളപ്പിച്ചിട്ടുള്ള ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും. അതുപോലെ തന്നെ നല്ല രുചിയും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെപ്പോഴും ചെറിയ ചെറിയ പീസസ് പോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ടേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സായി കുറച്ചൊന്ന് ഇങ്ങനെ കുറുകി വരില്ലേ, ആ ഒരു പാകമാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ആദ്യം നമ്മളൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. ഇപ്പോൾ നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തു കേട്ടോ. ഈ ഒരു പലഹാരത്തിൽ ഒത്തിരി നെയ്യുടെ ആവശ്യം നമുക്കില്ല. ഒരുപാട് നെയ്യും എണ്ണയൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. നെയ്യാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ധാരാളമാണ്. നെയ്യുടെ മണം ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മൾ കോഴിക്കോട് ഹൽവയുടെ ഒക്കെ റെസിപ്പിയിൽ കാണിച്ചിട്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ നെയ്യ് ഒഴിക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ടോട്ടൽ ഒരു 3-3.5 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ആകെ 3.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് റെഡിയായി കേട്ടോ. ഏകദേശം ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഈ ഒരു പാകത്തിലോട്ടേക്ക് നമുക്ക് വരും. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റുള്ള ആ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഹൽവയൊക്കെ ചെയ്തെടുക്കുമ്പോൾ 40 മിനിറ്റും 45 മിനിറ്റൊക്കെ ചെയ്തെടുക്കുന്നത് ഇതൊരു 7-8 മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഇതുപോലെ തയ്യാറായി കിട്ടും. ഇതിൻ്റെ പാകം നോക്കുന്നതിനായിട്ട് തവി വെച്ച് ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നത് നമ്മൾ ഹൽവയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന അതേ പാകത്തിന് ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ നമുക്ക് റെഡിയായി കിട്ടും. നല്ലൊരു രീതിയിൽ പാത്രത്തിൽ നിന്ന് വേർപെട്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ കുരുവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളത് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 നുള്ള് ചുക്കുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരം ബാലൻസ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ശർക്കര ആയതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെള്ള എള്ളും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർത്തിട്ട് ഈ ഒരു സമയത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ മൊത്തം റെസിപ്പി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ വളരെ കുറഞ്ഞൊരു സമയം ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഈ ചെറുപയർ നേന്ത്രപ്പഴവുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ മാത്രം ഇങ്ങനെ തവി വെച്ചിട്ട് നല്ല ഫാസ്റ്റായിട്ട് ഒരൊറ്റ തവണ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടും. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഉണക്ക മുന്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. ഇതിപ്പം പാത്രത്തിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് ശരിക്കും നമ്മൾ ആ ഹൽവ ചെയ്തെടുക്കുമ്പോൾ വരുന്ന ആ ഒരു രീതിയിലോട്ടേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെയ്യ് തടവിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിനകത്തോട്ട്, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണിനകത്ത് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പിറകുവശം കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ലെവലായി കിട്ടും. ഇത് സെറ്റാകാൻ എടുക്കുന്ന സമയം ഒരു 15 മിനിറ്റ് തുടങ്ങി അരമണിക്കൂറാണ്. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലോട്ടേക്ക് മാറും കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പാകം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൽവയുടെ ഒക്കെ ഒരു പാകം നോക്കില്ലേ, അതുപോലെ തന്നെ നമുക്കിതും ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, മൊത്തം സെറ്റാകുന്നതിന് ഒരു 15-30 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ കയ്യിൽ നിന്നിങ്ങനെ വലിഞ്ഞു വരുന്നൊരു പാകത്തിലായിരിക്കും കിട്ടുക. ഇതിപ്പോൾ കറക്റ്റ് ഒരു 20-25 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ, അരമണിക്കൂർ ആയിട്ടില്ല ശരിക്കും. ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് ഒന്ന് വേർപെടുത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ഇങ്ങനെ വിട്ട് വരുന്ന ഒരു രീതിയിൽ തന്നെ ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ പാത്രം കമിഴ്ത്തി കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഹൽവയൊക്കെ കിട്ടുന്ന അതേ പാകത്തിന് തന്നെ നമുക്ക് ഇതും കിട്ടും. ഇനി ഒരു പീസ് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാകുക. ഈ ചെറുപയറും അതുപോലെ പഴമൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ളതാണ് അല്ലേ. പക്ഷെ മിക്ക കുട്ടികൾക്കും കഴിക്കാനും വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. കാരണം അത്ര നല്ല രുചിയാണ്. പിന്നെ നമ്മൾ ഏലക്കയുടെയും ചുക്കിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം കണ്ട് ഇങ്ങനെ ഒരു നല്ല രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.